ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തുക്കൾ ആർക്ക് ലഭിക്കും? ഭൂമിയും വീടും ബാങ്ക് നിക്ഷേപങ്ങളും ഒക്കെ മക്കൾക്കോ മറ്റ് അനന്തരാവകാശികൾക്കോ ലഭിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ മരിച്ചയാളുടെ പോക്കറ്റിലുള്ള സ്മാർട്ട് ഫോണിന്റെയും അതിലെ പാസ്വേഡ് ഇട്ട് പൂട്ടിയ ഐക്ലൗഡിലെ ഡാറ്റയുടെയും കാര്യമോ? ഇന്നത്തെ കാലത്ത് ഒരാളുടെ ഡിജിറ്റൽ വിവരങ്ങൾ വലിയൊരു സമ്പത്ത് തന്നെയാണ്. മരണശേഷമുള്ള ഈ ഡിജിറ്റൽ സ്വത്തിന്റെ കാര്യത്തിൽ ഗുജറാത്തിലെ ഗാന്ധിനഗർ കോടതി ഇപ്പോൾ നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ ഡാറ്റയും ഇനി മുതൽ പാരമ്പര്യ സ്വത്തായി കണക്കാക്കുമെന്നതാണ് ഈ ഒരു സുപ്രധാന വിധി. മരിച്ച ഒരു വ്യക്തിയുടെ ഐഫോൺ, ആപ്പിൾ ID, ഐക്ലൗഡ് എന്നിവയിലുള്ള ഡാറ്റ അദ്ദേഹത്തിന്റെ പാരമ്പര്യ സ്വത്തിന്റെ അഥവാ എസ്റ്റേറ്റിന്റെ ഭാഗമാണെന്നും അതിൽ നിയമപരമായ അനന്തരാവകാശികൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നുമാണ് ഗാന്ധിനഗർ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഐഫോണിലെയും ഐക്ലൗഡിലെയും കുടുംബ ഫോട്ടോഗ്രാഫുകൾ, വീഡിയോകൾ, വോയിസ് നോട്ടുകൾ, പ്രധാനപ്പെട്ട രേഖകൾ, മറ്റു ഡാറ്റകളൊക്കെ തന്നെ തിരികെ ലഭിക്കാൻ കുടുംബം ടെക് ഭീമനായിട്ടുള്ള ആപ്പിൾ കമ്പനിയെ സമീപിച്ചതാണ് കേസിന് ആധാരമായത്. എന്നാൽ ഉപഭോക്താവിന്റെ സുരക്ഷയും സ്വകാര്യതയും ചൂണ്ടിക്കാട്ടി വിവരങ്ങൾ നൽകാൻ ആപ്പിൾ തയ്യാറായില്ല. കോടതിയുടെ ഔദ്യോഗിക ഉത്തരവില്ലാതെ ഡാറ്റ നൽകാനാകില്ല എന്ന് കമ്പനി നിലപാടെടുത്തു. തുടർന്ന് നീതി തേടി കുടുംബം ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഗാന്ധിനഗർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രമുഖ അഭിഭാഷകൻ ജീത് ജെ ഭട്ട് കോടതിയിൽ അന്താരാഷ്ട്ര നിയമങ്ങളും ഡിജിറ്റൽ എസ്റ്റേറ്റ് ജൂറിസ്പ്രൂഡൻസും മുൻനിർത്തി സുപ്രധാന വാദങ്ങൾ ഉന്നയിച്ചു. ഡിജിറ്റൽ സ്വത്തുക്കൾ എന്നത് കുടുംബത്തിന് സാമ്പത്തികമായി മാത്രമല്ല വൈകാരികമായും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വാദം പൂർണ്ണമായും അംഗീകരിച്ച കോടതി മരിച്ചയാളുടെ മകൾക്ക് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരപത്രം അഥവാ ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അനുവദിച്ചു. മാത്രമല്ല ഡാറ്റ വീണ്ടെടുക്കാൻ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകാൻ ആപ്പിളിനോട് കോടതി കർശനമായ ഉത്തരവിടുകയും ചെയ്തു. ഈ കേസിൽ സ്വത്ത് അഥവാ പ്രോപ്പർട്ടി എന്ന വാക്കിന്റെ നിർവചനം കോടതി കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്തത്. ഉടമസ്ഥാവകാശവും മൂല്യവുമുള്ള ഡിജിറ്റൽ ഡാറ്റയും പാരമ്പര്യ സ്വത്തായി തന്നെ കാണണമെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരാളുടെ മരണത്തോടെ അയാളുടെ വ്യക്തിപരമായ സ്വകാര്യതയ്ക്കുള്ള അവകാശവും അവസാനിക്കുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതിനാൽ സ്വകാര്യതയുടെ പേരും പറഞ്ഞ് നിയമപരമായ അവകാശികൾക്ക് ഡാറ്റ നിഷേധിക്കാൻ കമ്പനികൾക്ക് കഴിയില്ല. കൂടാതെ 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം മരിച്ച വ്യക്തി ഒരു നോമിനിയെ നിയോഗിച്ചിട്ടില്ലെങ്കിൽ ആ ഡാറ്റ കൈകാര്യം ചെയ്യാനുള്ള അവകാശം സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള അനന്തരാവകാശികൾക്ക് തന്നെയായിരിക്കും ലഭിക്കുക എന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഇതൊരു സാധാരണ വിധിയല്ല, ഭാവിയിലേക്കുള്ള വലിയൊരു വഴികാട്ടി കൂടിയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വ്യക്തിഗത ഇമെയിലുകൾ, ക്രിപ്റ്റോ കറൻസി നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങൾക്ക് ഈ വിധി ഒരു പുതിയ ദിശാബോധം നൽകും. ചുരുക്കത്തിൽ ഇനി മുതൽ ഭൂമിക്കും സ്വർണത്തിനും വേണ്ടി മാത്രമായിരിക്കില്ല മരിച്ചയാളുടെ ഡിജിറ്റൽ അക്കൗണ്ടുകളിലെ സ്വത്തുക്കൾക്കും അവകാശങ്ങൾക്കും വേണ്ടി അവകാശികൾ കോടതി കയറുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഭൗതിക സ്വത്തുക്കൾക്ക് എന്നതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ സ്വത്തുക്കൾക്കും കൃത്യമായിട്ടുള്ള അവകാശികളെ നിശ്ചയിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ വിധി വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള.